ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ADHD കുട്ടികളിലും വരാം അല്ലേ. അപ്പോൾ കുട്ടികളിൽ വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളായിരിക്കും അവർ കാണിക്കുന്നത്. ഒന്ന് ഇന്നറ്റൻഷൻ. ഇന്നറ്റൻഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഹോംവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിൽ ശ്രദ്ധിച്ച് കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവുക. ഇമ്പൾസിവിറ്റി എന്ന് പറയുമ്പോൾ അമിതമായിട്ടുള്ള ആവേശം. അപ്പോൾ എന്ത് കാര്യത്തിലും ഭയങ്കരമായിട്ടുള്ള ആവേശമായിരിക്കും. എടുത്തു ചാടി എല്ലാത്തിനും ഒരു മറുപടി പറയുക, എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുന്നൊരു ബിഹേവിയർ ആയിരിക്കാം. 3 ഹൈപ്പർ ആക്ടിവിറ്റി. ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അമിതമായിട്ടുള്ള ഒരു വിരിവിരിപ്പ്. ഒരു ഫംഗ്ഷന് കൊണ്ടുപോയി കഴിഞ്ഞാലും അവിടെ അടങ്ങിയിരിക്കാതിരിക്കുക, ക്ലാസ്സിൽ അടങ്ങിയിരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ ആയിരിക്കാം കാണിക്കുന്നത്. അപ്പം എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവുക എൻ്റെ കുട്ടിക്ക് ഇതുണ്ടല്ലോ എന്നുള്ളത്. അപ്പം 4 വയസ്സ് വരെ ഇത് നമ്മൾ പ്രായത്തിൻ്റെ ഒരു വികൃതിയായിട്ടായിരിക്കും കാണുന്നത്. പക്ഷേ 4 വയസ്സ് കഴിഞ്ഞും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പാരൻസിനെ കൊണ്ട് ഈ കുട്ടിയുടെ ഈ ഒരു ബിഹേവിയർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റ് പീഡിയാട്രിഷ്യൻ്റെ സേവനം എടുക്കേണ്ടതും, അതുപോലെ തന്നെ കുട്ടിക്ക് തെറാപ്പി ആവശ്യമാണെങ്കിൽ തെറാപ്പി എടുക്കുകയും, അതുപോലെ മരുന്നിൻ്റെ ഒരു സപ്പോർട്ടൂടെ വേണമെങ്കിൽ അതും നമ്മൾ ചെയ്യേണ്ടതാണ്.